Good morning, viewers. In the 2nd September, so Nifty 25,000ലേക്ക് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ. ഇന്ന് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നില്ല. 2 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക് ഇതൊക്കെ ഒരു ലഗാർഡ്സായി കളിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും കൂടി ഒന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നിഫ്റ്റി ഈസിലി 25,000 മൂവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. സോ അത് വരും, നിഫ്റ്റി 25,000 വരും. പക്ഷേ ഇനി കറക്ഷനിൽ ഡിപ്പ് ബൈ തന്നെയാണ് ഞാൻ കാണുന്നത്. എസ്പെഷ്യലി ഇന്നിപ്പോൾ റിലയൻസ് നല്ലൊരു മൂവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ റിലയൻസ് 1350 റേഞ്ചിലൊക്കെ ഇന്നലൊക്കെ വന്നിരുന്നു. അത് നല്ലൊരു 1400 മുകളിൽ റിലയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഓട്ടോമൊബൈൽ സെക്ടർ ഹാസ് ഡൺ വെൽ. 2 ദിവസമായിട്ട് അതെന്താ പറയുക, ഓട്ടോമൊബൈലിൻ്റെ ഈ GST ടാക്സിൻ്റെ കുറക്കുന്നതുകൊണ്ട് ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽസിന് 5% കൊണ്ടുവരുന്ന പറയുന്നത് വെക്കുന്നത്. അതുപോലെ FMCG പ്രൊഡക്ട്സിനെല്ലാം ഇനി GST കുറക്കുന്ന കൺസപ്ഷൻ കൂട്ടേണ്ട ഒരു ഇതിലാണ് ഗവൺമെൻറ്. അതുകൊണ്ട് GST മീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓൾറെഡി ഇതൊക്കെ മാർക്കറ്റ് അറിഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റ് ഓൾറെഡി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് ന്യൂസ് വരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ. സോ അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ പറഞ്ഞ പോലെ ഓല ഇലക്ട്രിക് കുറേ ദിവസങ്ങളായി നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ന് മെയിൻലി മൂവ് ചെയ്ത ഷുഗർ സെക്ടറാണ്. ലൈക്ക് ദ്വാരകേഷ് ഷുഗർ, രേണുക ഷുഗർ, ദാംപൂർ ഷുഗർ, ഇതുപോലത്തെ ഷുഗർ സെക്ടർ സ്റ്റോക്സ് നന്നായി മൂവ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ഇനി പുതിയ വരാൻ പോകുന്ന ഇലക്ട്രിക് വെഹിക്കിൾ, ഡ്രൈവർലെസ് കാർസ്, ഇതൊക്കെയാണ് മാർക്കറ്റിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഡ്രൈവർലെസ് കാർസ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്കത് ആവശ്യമുണ്ടോ? ഇന്ത്യയിലോ അല്ലെ ലോകത്തിനോ അത് ആവശ്യമുണ്ടോ? കാരണം വെച്ചാൽ ഇന്നിപ്പം വേൾഡിൽ പോകുന്ന ഒരു ഗ്ലോബൽ റിസഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ അമേരിക്കയിലും വരാൻ പോകുന്ന റിസഷൻ ആയിരിക്കും. ട്രംപിൻ്റെ ടാക്സും ഇതെല്ലാം കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ദേ ഹാവ് ടു സ്പെൻഡ് മണി ഫ്രം ദർ പോക്കറ്റ് ആണ്. സോ ഈ ഡ്രൈവർലെസ് കാർസ് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലൊരു ഡ്രൈവർലെസ് കാറിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ എത്രയോ ആൾക്കാർ ഉപജീവന മാർഗ്ഗമാണ് റിക്ഷ ഓടിച്ചിട്ടും ടാക്സി ഡ്രൈവ് ചെയ്തിട്ടും ഇവരൊക്കെ ഡ്രൈവർലെസ് കാറിൽ വന്നാൽ ഇറ്റ് വിൽ മേക്ക് എ ഡെൻറ്റ് ഇൻ ദി അൺഎംപ്ലോയ്മെൻറ്റ് യുനോ. സോ അതാണ് ഈ വേൾഡിലുള്ള ഇപ്പോൾ ഉള്ള ഓട്ടോമേഷനും AI-യും ഇങ്ങനെയുള്ള ഈ പുതിയ ടെക്നോളജികളിൽ വരുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് മാസ് ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ക്രിയേറ്റ് ലോട്ട് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ദർ ഈസ് നോ പ്ലേസ് ടു റിക്രൂട്ട് ദം സി. ഇന്നിപ്പോൾ IT-യിൽ തന്നെ നിങ്ങൾ ബാംഗ്ലൂരിൽ പോകാമെന്ന് വെച്ചാൽ IT-യിൽ പോകാമെന്ന് വെച്ചാൽ നിങ്ങളൊരു എഞ്ചിനീയറായി ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ യു ആർ ബിക്കം എ കൊമോഡിറ്റി. ലൈക്ക് എൻ എഞ്ചിനീയർ ഒരു ലേബർ കൊമോഡിറ്റിയാണ് നിങ്ങൾ. മെനി കമ്പനീസ്, മെനി ഡീലേഴ്സ്, മെനി ഏജൻറ്റ്സ് ദേ നെഗോഷിയേറ്റ് യുവർ റേറ്റ് ആൻഡ് ദേ നെഗോഷിയേറ്റ് എ സാലറി ഫോർ യു ആൻഡ് യു ഹാവ് ടു ബി ഒരു ലേബർ പവറിനെയാണ് ഞാനവിടെ കാണുന്നത്. ആക്ച്വലി യു ബിക്കം എ കൊമോഡിറ്റി എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ. സോ അതാണ് ഞാൻ ഡ്രൈവർലെസ് കാർ നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ ആവശ്യമുണ്ടോ ശരിക്കും? ഇത്ര അൺഎംപ്ലോയ്മെൻറ്റ്